ഇതെന്നാലും ക്യാബേജും വെള്ളമൊക്കെ കിടന്ന് തിളക്കണ കാണാം. ഉണ്ടാക്കാൻ പോകുന്നു. വെൽക്കം ടു ഫുഡി. മൊമോസ് ആണ് നമ്മളിവിടെ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. KL ഫുഡിയുടെ അസിസ്റ്റന്റ് കുക്കായിട്ടുള്ള നമ്മുടെ പ്രിയ പത്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് എല്ലാം അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ക്യാബേജ് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തും ഇവിടെ സംഭവിക്കാം. ഒന്നെങ്കിൽ ചീറ്റും, അല്ലെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ കത്തും. എന്താണെങ്കിലും തിന്നാൻ കൊള്ളുമെന്നുള്ളത് ഞാൻ നോക്കട്ടെ. നമ്മളിത് കുറേ കണ്ടേക്കണല്ലേ. ഇവളിവിടെ കഷ്ടപ്പെട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തോരനല്ല ഒന്നുമല്ല ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. തോരനാണോ അത്? പിന്നെന്താണ്? അല്ല, അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ട്. ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നാം അത് തോരനാണെന്ന്, പക്ഷെ അല്ല, തോരനല്ല ഗൈസ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉണ്ടാക്കി വെക്കാൻ പോവാണ്. യെസ്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൊമോസ് ഇതിനുള്ള ത്വര വരും. അത് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോഴത്തേനും എടുത്ത് എന്ത് ചെയ്താൽ മതി, സ്റ്റീം ചെയ്താൽ മതി. അകത്തിടാനുള്ള ഫില്ലിംഗ് എല്ലാം റെഡിയാണ്. അപ്പം കഷ്ടപ്പെട്ട് മാവൊക്കെ കുഴച്ച് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ഫൈനൽ വ്യൂ എന്താണെങ്കിലും നിങ്ങളെ കാണിക്കുന്നതാണ്. വേവാൻ വെച്ചേക്കുവാണ് മൊമോസ്. അങ്ങനെ മൊമോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതേ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൊമോസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇച്ചിരി വലിയ മൊമോസാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് വലുതാണെങ്കിൽ കൂടുതൽ വയറ് നിറയും. പിന്നെ നമുക്കത് സ്പെഷ്യൽ മസാല ചായ ഉണ്ട്. അതുപോലെ നമ്മൾ മൊമോസിൽ യൂസ് ചെയ്യാനുള്ള നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ചട്നി ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ചട്നി താളിച്ചു. പൊളി സാധനം, നൈസ്, പൊളി, വേറെ ലെവല്. അപ്പോൾ വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.